കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ജനുവരി 25 മുതൽ 27 വരെ. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പാർക്ക് നിർമ്മിക്കുന്ന രാജ്യം ചൈന. കറൻസി രഹിത ഇടപാടുകൾ മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കുന്ന ജില്ലയ്ക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ആസാം. വെനസ്വേല ഏർപ്പെടുത്തിയ പ്രഥമ ഹ്യൂഗോ ഷാവേഴ്സ് സമാധാന പുരസ്കാരത്തിന് അർഹനായത് വ്ളാഡിമിർ പുടിൻ. ന്യൂഡൽഹിയിലെ യുണൈറ്റഡ് നേഷൻസ് ഇൻഫർമേഷൻ സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് ഡെർക്ക് സീഗർ. ന്യൂഡൽഹിയിലെ വായു മലിനീകരണം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം UK. അടുത്തിടെ കേന്ദ്ര ധനമന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തലവൻ NK സിംഗ്. ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പോസ്റ്റൽ ബാലറ്റുകൾ അയക്കാനുള്ള സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഗോവ. 89ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച സഹനടനുള്ള നാമനിർദ്ദേശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ ദേവ് പട്ടേൽ. 2016-17 ഇറാനി കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ, റണ്ണറപ്പ് ഗുജറാത്ത്. അടുത്തിടെ സ്വരലയ ദേവരാജൻ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. US-ന്റെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ചെയർമാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ അമേരിക്കൻ അജിത് പൈ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് തികച്ച നായകൻ വിരാട് കോഹ്ലി. 17 ഇന്നിംഗ്സ്. ജപ്പാന്റെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് കീറ മേക്കി 2. പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച ആണവവാഹക ശേഷിയുള്ള സർഫസ് ടു സർഫസ് മിസൈൽ അബാബീൽ. അടുത്തിടെ ഇന്ത്യയുമായി പ്രതിരോധ വ്യവസായ രംഗം, നാവിക ഗതാഗതം, നയതന്ത്രം എന്നിവയിലുള്ള സഹകരണം ഉൾപ്പെടെ 16 കരാറുകളിൽ ഏർപ്പെട്ട രാജ്യം UAE. IPL 2017 കിങ്സ് 11 പഞ്ചാബ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ വീരേന്ദർ സേവാങ്. അടുത്തിടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ അവാർഡ് നേടിയത് ദാമോദർ വാലി കോർപ്പറേഷൻ. പ്രമുഖ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന്റെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ ആരംഭിച്ച ഇന്ത്യൻ നഗരം ബംഗളൂരു. ഇന്ത്യയുടെ 68ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ, UAE കിരീടാവകാശി. 2016 കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 79. 1ാം സ്ഥാനം ഡെൻമാർക്ക്. ഇന്ത്യൻ തപാൽ വകുപ്പ് സ്പെഷ്യൽ പോസ്റ്റൽ കവർ പുറത്തിറക്കി ആദരിച്ച ഇന്ത്യൻ ജിംനാസ്റ്റിക് താരം ദീപ കർമാക്കർ. സ്മാരക രൂപത്തിലുള്ള കൊടിമരത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ പബ്ലിക് സർവകലാശാല ഡൽഹി സർവകലാശാല. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയ പതാക LED ലൈറ്റുകൾ ഉപയോഗിച്ച് പ്രകാശിപ്പിച്ച ദുബായിലെ കെട്ടിടം ബുർജ് ഖലീഫ. 2017 പരം വിശിഷ്ട സേവാ മെഡലിന് അർഹരായ മലയാളികൾ PM ഹാരിസ് ആർമി, SRK നായർ എയർഫോഴ്സ്, മനോജ് കുമാർ ഉണ്ണി ആർമി, ബോബി ചെറിയാൻ മാത്യൂസ് ആർമി, വേലു നായർ ആർമി. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ നാവികസേനയുടെ മാർച്ച് നയിച്ച ആദ്യ മലയാളി വനിത ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായർ. ചരിത്രത്തിൽ ആദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് NSG.
68ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ അരങ്ങേറ്റം കുറിച്ച ഇന്ത്യയുടെ ലൈറ്റ് കോംബാറ്റ് വിമാനം തേജസ്. 68ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം UAE. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.